എം ടി രമേശ് പാലക്കാട് നിങ്ങൾക്ക് 10,671 വോട്ടാണ് നഷ്ടമായിരിക്കുന്നത്. നിങ്ങളുടെ ശക്തി കേന്ദ്രമായിരുന്ന നഗരസഭ നിങ്ങൾ തകർന്നടിഞ്ഞിരിക്കുന്നു. അവിടേക്ക് UDF അതിശക്തമായി കുതിച്ചു കയറുകയും ചെയ്തിരിക്കുന്നു. എന്താണ് BJPക്ക് സംഭവിച്ചത്? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് ജയിക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നല്ലോ പാലക്കാട്. എന്താണ് സംഭവിച്ചത്? സ്മൃതി, നമ്മുടെ ഈ ചർച്ച തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ഈ അരമണിക്കൂർ നിങ്ങളും ഈ LDFൻ്റെയും UDFൻ്റെയും പ്രതിനിധികൾ തമ്മിലുള്ള വലിയ തർക്കമായിരുന്നു. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല, തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ദിവസം രാജ്യത്ത് വലിയ കുറേ തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ള ദിവസമാണ്. 2 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഏതാണ്ട് 50-ലേറെ ഉപതെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുള്ള ദിവസമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഞങ്ങൾക്ക് നേട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും ദിവസമാണ്. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി, ഏതാണ്ട് 4/3 ഭൂരിപക്ഷത്തോടുകൂടി BJP നേതൃത്വം കൊടുക്കുന്ന BJPയുടെയും ശിവസേനയുടെയും NCPയുടെയും മുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ള ഏറ്റവും ആഹ്ലാദകരമായ ചരിത്രപരമായൊരു വിജയം കൈവരിച്ചിട്ടുള്ള ദിവസമാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് നടന്ന 50-ലേറെ ഉപതെരഞ്ഞെടുപ്പുകളിൽ, ലോകസഭ, നിയമസഭ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ 25-ലേറെ മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിച്ചു. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശിലും ബീഹാറിലും ആസാമിലുമെല്ലാം ഞങ്ങൾ സീറ്റുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ദിവസമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 3 സ്ഥലത്തേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ആ 3 സ്ഥലത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 1,41,000 വോട്ട് പിടിച്ച മണ്ഡലമാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഈ പ്രാവശ്യം പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട് ഞങ്ങൾ നല്ല രാഷ്ട്രീയ പോരാട്ടം ഞങ്ങൾ സംഘടിപ്പിച്ചു. എല്ലാവർക്കും വയനാട്ടിൽ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു, എല്ലാ മുന്നണികൾക്കും വോട്ട് കുറഞ്ഞു, എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് കുറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് കുറവുണ്ട്. പക്ഷേ എന്നിട്ട് ഞങ്ങൾക്ക് 1,10,000 വോട്ട് കരസ്ഥമാക്കാൻ സാധിച്ചു. LDFുമായി താരതമ്യം ചെയ്യുമ്പോൾ LDFിനേക്കാൾ വോട്ട് കുറവ് ഞങ്ങൾക്കാണ്. LDFിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഞങ്ങൾക്കാണ് സാധിച്ചത്. ഞങ്ങൾക്കൊരു വയനാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ BJPയുടെ ഏറ്റവും ദുർബലമായൊരു പാർലമെൻറ്റ് മണ്ഡലമാണ്. ആ ദുർബലമായിട്ടുള്ള പാർലമെൻറ്റ് മണ്ഡലത്തിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിനേക്കാൾ കൂടുതൽ കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭഗീരഥ പ്രയത്നമായിരുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് എല്ലാവരുടെയും പിന്തുണയോടുകൂടി നല്ല പെർഫോമൻസ് നടത്തി ഞങ്ങൾക്കത് സാധിച്ചു. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പെർഫോം ചെയ്യാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ചേലക്കരയിൽ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രകടനം കാഴ്ചവെച്ചു. 2021 താരതമ്യം ചെയ്യുമ്പോൾ 10,000 വോട്ടിൻ്റെ മുന്നേറ്റം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ O രാജഗോപാലിന് ശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന വ്യക്തി എന്നുള്ള ഒരു ചരിത്രം BJPയെ സംബന്ധിച്ചിടത്തോളം ചേലക്കര മണ്ഡലവും അവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ ബാലകൃഷ്ണനും കരസ്ഥമാക്കി. അതും നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ വലിയ നേട്ടം തന്നെയാണ്. ഇനി പാലക്കാടേക്ക് വരുമ്പോൾ തീർച്ചയാണ് പാലക്കാട് ഞങ്ങൾക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് ജയിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമായിരുന്നു ഞങ്ങൾക്കുണ്ടായത്. ജയിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തെ ഏതാണ്ട് 9 വർഷമായിട്ട് പാലക്കാട് നഗരസഭയുടെ ഭരണം BJPയുടെ നേതൃത്വത്തിലാണ്. 5 വർഷം ഭരണം പൂർത്തിയാക്കി പാലക്കാട്ട് ജനങ്ങൾ ആ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനത്തിലുള്ള അംഗീകാരമായിട്ടാണ് വീണ്ടും ഞങ്ങളെ. ആദ്യത്തെ 5 വർഷം പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2ാമത്തെ ടേമിൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും പാലക്കാട്ട് ജനത അധികാരത്തിലേറ്റുന്നത് 5 വർഷത്തെ ഞങ്ങളുടെ വികസന പ്രവർത്തനത്തിൻ്റെയും ഞങ്ങളുടെ ഭരണ നേട്ടത്തിൻ്റെ മെച്ചമായിട്ടാണല്ലോ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചൊരു 2021 ഈ ശ്രീധരൻ പിടിച്ച 50,000 വോട്ടിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജയിക്കാൻ സാധിക്കുമെന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് നഗരസഭയിലടക്കം ഞങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കുന്നു. ചേലക്കരയിൽ വിജയിച്ചിട്ടുള്ള LDFിനെയും പാലക്കാട് വിജയിച്ചിട്ടുള്ള UDFിനെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം UDFിന് വലിയ വിജയമാണ്. 18,000 വോട്ടോളം UDF സ്ഥാനാർത്ഥി വിജയിക്കുക എന്ന് പറയുന്നത് അവർ തന്നെ പറഞ്ഞതുപോലെ അവിടെ പ്രതീക്ഷയ്ക്കപ്പുറത്താണ്, വലിയ വിജയമാണ്. ഞങ്ങൾ UDFിനെയും LDFിനെയും ആ അർത്ഥത്തിൽ അംഗീകരിക്കുന്നു. പാലക്കാട് ഞങ്ങൾക്ക് എവിടെയാണ് പിഴച്ചത് ഞങ്ങൾ പരിശോധിക്കും. ഒരു തെരഞ്ഞെടുപ്പും അന്തിമമല്ലല്ലോ. ഞങ്ങൾ പാലക്കാട് തുടർച്ചയായിട്ട് വിജയങ്ങൾ മാത്രം കരസ്ഥമാക്കിയിട്ടുള്ള പാർട്ടിയൊന്നുമല്ല. പാലക്കാട് ഞങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്, മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം എവിടെയാണ് ഞങ്ങൾക്ക് പിഴവുകൾ പറ്റിയത് വിജയം മാത്രം ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഈ വോട്ടെണ്ണൽ പകുതിയാകുന്ന പോളിംഗിന്റെ പകുതിയാകുന്ന സമയത്ത് തന്നെ
വിജയം ഉറപ്പിക്കുന്നു എന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ആത്മവിശ്വാസം അവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പറ്റിയിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകുമല്ലോ. നിങ്ങൾക്ക് RSS കൃത്യമായി എല്ലാ കേന്ദ്രങ്ങളിലും പോയി വോട്ട് പിടിച്ചിട്ടുണ്ട്, നിശബ്ദമായി തന്നെ. അതായത് അപ്പുറത്ത് LDFും UDFും തമ്മിൽ പോര് നടക്കുമ്പോൾ BJP നിശബ്ദമായി വോട്ട് പിടിക്കുന്നു എന്ന രീതിയിലുള്ളൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് ചോർന്നു എന്ന് പറയുമ്പോൾ അത് സംഘടനയ്ക്കകത്ത് തന്നെ പ്രശ്നങ്ങളായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനുള്ള മറുപടി? അല്ല, സംഘടനക്കകത്ത് പ്രശ്നങ്ങളില്ല. വോട്ട് കുറഞ്ഞു എന്നുള്ളത് ഞാൻ സമ്മതിച്ചല്ലോ. 2021 ഈ ശ്രീധരൻ സാറിന് കിട്ടിയിട്ടുള്ള വോട്ടുകൾ മുഴുവൻ BJPക്ക് കിട്ടണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ തന്നെ അവിടെ പിടിച്ച വോട്ടിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സംസ്ഥാന പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. സംസ്ഥാന പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഫീൽഡിൽ നിന്ന് കിട്ടുന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷയുണ്ടായിരുന്നു. വർക്ക് നന്നായി നടന്നിട്ടുണ്ട്. എവിടെയാണ് ഇപ്പോൾ പരിശോധിച്ചാലല്ലേ, ഓരോ ബൂത്തും പരിശോധിക്കുമ്പോഴല്ലേ നമുക്ക് എവിടെയാണ് വോട്ട് കുറഞ്ഞിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കണം. ഞങ്ങൾ ഒരിക്കലും വോട്ട് കുറഞ്ഞില്ല, ഞങ്ങൾ മുന്നേറി എന്നൊന്നും പറയുന്നില്ലല്ലോ. ഫാക്ട് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പാലക്കാട് ഞങ്ങൾക്ക് സെറ്റ് ബാക്ക്, ചേലക്കരയിൽ ഞങ്ങൾ മുന്നേറി, വയനാട്ടിൽ ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിച്ചു, പാലക്കാട് ഞങ്ങൾ പുറകോട്ട് പോയി. ഇതാണ് 3 യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൻ്റെ പുറത്ത് പാലക്കാട് എന്താണ് സംഭവിച്ചത് ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ തിരുത്തും. ഞാൻ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പും അന്തിമമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ വിജയിച്ച ദിവസം ആ വിജയത്തിന് ആരാണ് അവകാശികൾ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ മാത്രം പറയാം, SDPയും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചൊക്കെ ഇവിടെ വല്ലാതെ പറയുന്നു കേട്ടു. SDPയെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുമൊക്കെ പറയാൻ LDFനും അധികാരമില്ല, UDFനും അധികാരമില്ല. കാരണം ഇവരൊക്കെ തരാതരം പോലെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. വസീഫിനോട് ഞാൻ പറയാം, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നോട് സ്വീകരിച്ചിട്ടില്ലേ? മുക്കം മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഭരിച്ചത്? നിങ്ങളുടെ നാടല്ലേ, നിങ്ങൾക്ക് തൊട്ടടുത്ത സ്ഥലമല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഭരിച്ചത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടെയായിരുന്നു നിങ്ങൾ? എല്ലാവർക്കും അറിയാമല്ലോ. ഈരാറ്റുപേട്ടയിലും പത്തനംതിട്ടയിലും ആരുടെ കൂടെയായിരുന്നു? അറിയാമല്ലോ. അപ്പോൾ LDF ഉപയോഗിച്ചിട്ടുണ്ട്, UDF ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ LDFും UDFും, ചേലക്കരയിൽ LDFും പാലക്കാട് UDFും ജയിച്ചു. അതിൻ്റെ എല്ലാം വിജയത്തിൻ്റെ പിതൃത്വം ഏതെങ്കിലും ഒരു സംഘടനക്കാണ് അവകാശപ്പെടുന്നില്ല. അത് UDFിൻ്റെയും LDFിൻ്റെയും വിജയമായിട്ട് കാണാനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനവരെ സഹായിച്ച പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിലൊന്ന് അവർ ഇവരുടെ പിന്തുണ സ്വീകരിച്ചതാണ്. മറ്റ് പല ഘടകങ്ങളുമുണ്ട് സ്വീകരിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറ്റിയ പിഴവെന്താണ് ഞങ്ങൾ പരിശോധിക്കും. അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തൃശ്ശൂരിന്റെ ഒരു തുടർച്ച പാലക്കാട് ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. A ക്ലാസ് മണ്ഡലം എന്ന പേര് ഇനി മാറ്റേണ്ടി വരികയല്ലേ? അതെന്തിനാണത്? ഞങ്ങൾ പാലക്കാട് ഈ 2 മുന്നണികളോടും മത്സരിച്ചിട്ട് ഞങ്ങൾക്ക് ഏതാണ്ട് 40,000 സംതിങ് വോട്ട് കിട്ടിയില്ലേ? ഞങ്ങൾക്കൊരു 4,000 വോട്ടിൻ്റെ കുറവല്ലേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ മത്സരിക്കുന്നത് കേരളം ഭരിക്കുന്ന ഒരു മുന്നണിയും പ്രതിപക്ഷ മുന്നണികളുമാണ്. ആ 2 പ്രധാനപ്പെട്ട മുന്നണികൾ, മുഖ്യമന്ത്രി അടക്കമുള്ള പരിവാരങ്ങൾ ഒരു ഭാഗത്ത്, പ്രതിപക്ഷ നേതാവിത്വത്തിലുള്ള UDFിൻ്റെ സംഘം മറുഭാഗത്ത്, MLAമാർ, MPമാർ, ഞങ്ങൾക്കാകെ കുറച്ച് നേതാക്കന്മാർ, ആകെ MP ആയിട്ട് വരാൻ സുരേഷ് ഗോപി മാത്രമേ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുറത്ത് LDFിൻ്റെയും UDFിൻ്റെയും പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുടെ പട വരുമ്പോൾ അവരോട് ഏറ്റുമുട്ടിക്കൊണ്ട് ഞങ്ങൾ ഇത്രയെങ്കിലും എത്തിയല്ലോ. ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ അത്യധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഈ UDFും LDFും എന്ന് പറയുന്ന വലിയ പർവ്വതം പോലെയുള്ള 2 മുന്നണികളും എഴുതിയിട്ട് ഞങ്ങൾ 40,000 പേര് എത്തിയിട്ടുണ്ട്. ഒരു 45,000 വോട്ട് വരെ എത്തേണ്ടതായിരുന്നു, അത് എത്തിയില്ല. അതെവിടെയാണ്? ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ പരിശോധിക്കും. അതിൻ്റെ അർത്ഥം പാലക്കാട് മണ്ഡലം എന്നതിനെ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയും പാലക്കാട് മണ്ഡലവും BJPക്ക് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് എവിടെയാണ് പാകപ്പിഴവുകൾ പറ്റിയത് പരിശോധിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.